പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ വരികയാണ്, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിൽ മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ ഓവനോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചൂടുകട്ടിലൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1.25 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.25 ഗ്ലാസ് പഞ്ചസാര ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സൈഡിലൊക്കെ ഉള്ളതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പതുക്കെ, അതായത് നമ്മൾ തീ വളരെ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒരു ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നമുക്ക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും, പിന്നെ അത് നമുക്ക് കേക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി നല്ല പത വരുന്ന സമയത്ത്, ചെറുതായിട്ട് ഇങ്ങനെ പത വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. കാരണം നല്ല തിളച്ച് കിടക്കുന്നതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചെറു ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്നൊന്ന് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി, ഇപ്പോൾ ഞാനതെല്ലാം കൂടി 1.25 ഗ്ലാസ്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം അത് ഒത്തിരി നേരം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2-3 സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നമ്മളത് നല്ലോണം ഒന്ന് മാറ്റി വെക്കണം. മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2-3-4 ഏലക്ക, അതുപോലെ തന്നെ പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് മാറ്റി വെച്ച ശേഷം ഒരു അരപ്പയെടുത്തിൽ അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് മൈദയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണേ. ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിൽ 3 എഗ്ഗാണ് എടുക്കുന്നത്. 3 എഗ്ഗ് എടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ 1 ടീസ്പൂൺ ഉണങ്ങിയ ഇഞ്ചിപ്പൊടി, അതായത് ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ തണുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നല്ല തണുത്ത ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന മാവും ബേക്കിംഗ് പൗഡറും ഇല്ലേ, അതും കൂടി കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടി കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് പതുക്കെ വേണ്ടിയിട്ടുള്ള ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് കുത്തിപ്പൊടിക്കരുത്. കുത്തിപ്പൊടിച്ചതെന്ന് വെച്ചാൽ നല്ലോണം കട്ട കിട്ടിപ്പോവും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സൂപ്പർ കേക്കാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. ആൽക്കഹോളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.